ഇസ്രയേലിനെ ലോകഗുണ്ടയെന്നും നെതന്യാഹുവിനെ ലോകത്തമ്മാടിയെന്നും ആക്ഷേപിച്ചു. അത് ആരാണെന്ന് നമുക്കറിയാം. MA ബേബിയും പിണറായി വിജയനും ആണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ CPM-ഉം ഇറാനെ ഇങ്ങനെ പിന്തുണയ്ക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം ജനിക്കും നമ്മളെ മനസ്സിലേക്ക്. ഇങ്ങനെ ആശയപരമല്ലാതെ രാജ്യാന്തര വേദികളിലും യുദ്ധമുഖത്തും ഇറാനെ പിന്തുണയ്ക്കാൻ ആരുണ്ട്? ഇറാന്റെ കൂടെ ആരാണ് ഉള്ളത്? ആശയപരം മാത്രം പോരല്ലോ, അടിക്കാനായിട്ട് വടി വേണ്ടേ? അടിക്ക് അടി, അതാണല്ലേ യുദ്ധമുഖത്തെ തന്ത്രം. ഇറാന്റെ ഒരു മൂലയ്ക്കൊതുങ്ങാവുന്ന മാത്രം വലിപ്പമുള്ള നമ്മൾ ഭൂവിസ്തൃതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാനാണ് വലിയ രാജ്യം. അതിൻ്റെ ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ വലിപ്പം മാത്രമേ ഇസ്രായേലിന് ഉള്ളൂ. അപ്പോൾ അത്രയും വലിപ്പമുള്ള ഇസ്രയേലിനെ അമേരിക്ക മുതൽ കുറെ രാജ്യങ്ങളുടെ വരെ വലിയ പിന്തുണയുണ്ട്. അത് ആശയപരമായ പിന്തുണയില്ല. അവർക്ക് എല്ലാ സാമ്പത്തിക സഹായങ്ങളും എല്ലാ ആയുധ സഹായങ്ങളും കൊടുത്ത് തയ്യാറായി നിൽക്കുന്ന സുഹൃത്ത് രാജ്യങ്ങളാണുള്ളത്. അപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാമെന്നും ഇറാന്റെ പരമോന്നതമായ നേതാവ് ആയത്തുള്ള ഖമേനി എവിടെയെന്ന് അറിയാമെന്നും ഒക്കെയാണ് ട്രംപ് പരസ്യമായി പറയുന്നത്. ജർമ്മനി, കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും വാക്കുകൾ കൊണ്ട് കടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് സംശയം തോന്നും, ഇറാന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ഇസ്രയേലിന്റെ ഇറാനും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ഇറാന്റെ പിൻബലം ആരാണ്? ഇറാനെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യക്ക് രണ്ടുപേരും സുഹൃത്ത് രാജ്യങ്ങളാണ് പല രീതിയിലും. നമ്മുടെ സൈനികമായിട്ട് ഇസ്രയേൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എണ്ണയുടെ കാര്യത്തിൽ ഇറാനും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. വൻ രീതിയിൽ എണ്ണ ഇറാനിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. പക്ഷെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു മാത്രമേ നമ്മുടെ ഇന്ത്യക്ക് നിലനിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ UN പോലുള്ള രാജ്യാന്തര വേദികളിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇറാനെ സംരക്ഷിക്കാൻ റഷ്യയും ചൈനയും ഉണ്ട്. പക്ഷെ യുദ്ധമുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സഹായം കിട്ടുന്നതായിട്ട് നമുക്ക് യാതൊരു അറിവുമില്ല. ഇറാഖ് യുദ്ധത്തിന്റെ ആ കാലഘട്ടത്തിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാന് കൂട്ട് ആയിട്ടുള്ളത് അടുത്തും ഉള്ളതും അല്ലെങ്കിൽ അകലും ഉള്ളതുമായ ചില തീവ്രവാദി ഗ്രൂപ്പുകളാണ്. അപ്പൊ ഭീകരവാദികളും തീവ്രവാദികളും എന്നും മറുപക്ഷം വിശേഷിപ്പിക്കുന്ന ഒരു പോരാളി കൂട്ടങ്ങളാണ് ഇറാന് കൂട്ടായിട്ടുള്ളത്. ഇസ്രയേലിനെതിരെ മാത്രമല്ല അമേരിക്കയ്ക്കെതിരെ പോലും പലപ്പോഴും വെല്ലുവിളി ആയിട്ടുള്ളതും ഈ കൂട്ടങ്ങളാണ്, അല്ലെങ്കിൽ ഈ പ്രതിരോധ അച്ചുതണ്ടാണ്. അതുകൂടാതെ ഇറാൻ സാമ്പത്തിക ആയുധ സഹായം നൽകുന്നവർ, അത് ലെബനനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ്, അതുകൂടാതെ യമനിലെ ഹൂതികൾ, ഗാസയിലെ ഹമാസ് എന്നിവരെല്ലാം ഉണ്ട് ഇറാന്റെ ഒപ്പം. അതിനു മുമ്പ് സിറിയയും ഇറാന്റെ ഒപ്പമായിരുന്നു. പക്ഷെ സിറിയയിൽ ഇപ്പോൾ ഭരണമാറ്റം സംഭവിച്ചതുകൊണ്ട് അവർ ഇറാന് പിന്തുണ നൽകുന്നത് നിർത്തി. അപ്പൊ ഇറാന്റെ ഈ പോരാളി കൂട്ടങ്ങള് തകരുമ്പോൾ ഇറാന് മുമ്പിൽ ഇനി വഴി എന്താണുള്ളത്? അച്ചുതണ്ടിന്റെ ഭാഗങ്ങളെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് തുടർച്ചയായി ആക്രമിച്ച് ക്ഷീണിപ്പിച്ച ശേഷമാണ് ഇസ്രയേൽ അവരുടെ പരമാധി കേന്ദ്രമായ ഇറാനു നേരെ നീങ്ങിയത്. ഇറാന്റെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായിരുന്നു ഹിസ്ബുള്ളയെ മാസങ്ങൾ നീണ്ട ആക്രമണത്തിലൂടെ ഇസ്രയേൽ ക്ഷീണിപ്പിച്ചു. ലെബനനിലുടനീള അവരുടെ ആയുധശേഖരം തിരഞ്ഞുപിടിച്ച് നശിപ്പിച്ചു. ഏറ്റവും സ്വാധീനമുള്ള നേതാവായ ഹസൻ നസറല്ലയുടെ കൊലപാതകം സംഘടനയ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കി. അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ തുടർന്ന് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളെ സിറിയ പുറത്താക്കിയത് മേഖലയിലെ മറ്റൊരു പ്രധാന സ്വാധീനം ഇറാന് നഷ്ടപ്പെടുത്തി. എങ്കിലും ഇറാഖിലും യമനിലും ഇറാന് ഇപ്പോഴും ശക്തമായ സ്വാധീനമുണ്ട്. ഏകദേശം 2 ലക്ഷം പോരാളികളുള്ള ഇറാഖിലെ PMF ഇപ്പോഴും ശക്തമാണ്. യമനിലെ ഹൂതികൾക്കും സമാനമായ സൈനിക ശേഷിയുണ്ട്. മേഖലയിലെ ഏക ഷിയ രാഷ്ട്രമെന്ന നിലയിൽ ഇറാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ മതപരമായ ഐക്യദാർഢ്യം ഈ ഗ്രൂപ്പുകളെ സജീവമായ യുദ്ധത്തിൽ ഇടപെടാൻ ചിലപ്പോൾ പ്രേരിപ്പിച്ചേക്കാം. ഇത് യുദ്ധം അതിവേഗം മേഖലയിലുടനീളം വ്യാപിക്കാൻ ഇടയാക്കും. ഇറാഖിൽ നിലയുറപ്പിച്ചിട്ടുള്ള US സൈനികർക്ക് PMF ഭീഷണിയാവാം. അമേരിക്ക ഇടപെട്ടാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ നേരിടുമെന്ന് PMF-ലെ കടുത്ത നിലപാടുള്ള വിഭാഗമായ കത്തായിബ് ഹിസബുള്ളയുടെ തലവൻ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഇറാന് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങളെ
ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിടാനും കഴിയും. ഇറാൻ വിക്ഷേപിച്ച മിസൈൽ ഇസ്രയേൽ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ആണവായുധമുള്ള പാകിസ്ഥാനാണ് ഇറാനോട് അടുപ്പം പുലർത്തുന്ന മറ്റൊരു ഇസ്ലാമിക രംഗം. പാക് പ്രധാനമന്ത്രി ഇറാന് അചഞ്ചലമായ ഐക്യദാർഢ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നയതന്ത്രപരമായി ഇടപെടാൻ മറ്റു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളോടും തന്ത്രപരമായ പങ്കാളിയായ ചൈനയോടും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇറാനെതിരെ US ആക്രമണം പരിഗണനയിലിരിക്കെ ട്രംപ് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ട്രംപിന്റെ ഒരു കുശാഗ്ര ബുദ്ധി എന്ന് നമുക്ക് പറയാം. അപ്പൊ ട്രംപ് ചെയ്തത് എന്താണെന്ന് വെച്ചോ, ട്രംപ് വാഷിങ്ടണിൽ പാക് സൈനിക മേധാവിയെ ലഞ്ചിന് വിളിച്ചതെല്ലാം നമ്മൾ കേട്ടിരിക്കും. അപ്പൊ അതും ഇതും തമ്മിൽ എന്തെങ്കിലും നമുക്ക് കൂട്ടിയോജിക്കേണ്ടതായിട്ട് ഉണ്ടെന്ന് ആണ് യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ അറിയുന്നവർ പറയുന്നത്. സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ മുൻ എതിരാളികളുമായി ഇറാൻ ബന്ധം ഇപ്പോൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന ചില രാജ്യങ്ങളടക്കം 20ഓളം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇസ്രയേൽ നടപടിയെ അപലപിക്കുകയും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും US ശക്തമായ സഖ്യം കണക്കിലെടുത്ത് സൗദി അറേബ്യ, ഈജിപ്ത്, UAE, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനെ സൈനികമായി പിന്തുണയ്ക്കാൻ സാധ്യത ഇല്ല. അതേസമയം സൗദിയും ഖത്തറും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് ശക്തമായി അപലപിച്ചിട്ടുമുണ്ട്. പ്രധാന ആഗോള സഖ്യ കക്ഷികളെങ്കിലും റഷ്യയും ചൈനയും ഇറാന് നേരിട്ട് സൈനിക സഹായം നൽകി ഇസ്രയേലുമായും US ഏറ്റുമുട്ടലിന് ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണ്. എന്താണ് കാരണം? റഷ്യ ആണെങ്കിൽ ഉക്രൈനുമായുള്ള യുദ്ധത്തിന്റെ ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണ്. ചൈനയ്ക്കും മറ്റു താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയുടേതുപോലെ തന്നെ ചൈനയ്ക്കും ഇറാനുമായും ഇസ്രയേലുമായും വ്യാപാര നയതന്ത്ര ബന്ധങ്ങളുണ്ട്. സമാധാനമുള്ള മധ്യപൂർവേഷ്യയാണ് അവരുടെ ആഗ്രഹവും ലക്ഷ്യവും. അപ്പോൾ ആശയപരമായി പിന്തുണ കൊടുക്കാതെ വഴിയില്ല. അപ്പോൾ വാക്കിൽ ഒപ്പം ഉണ്ട്, പക്ഷെ വടിയെടുക്കില്ല എന്നാണ് ഈ രാജ്യങ്ങളുടെ ഒരു തന്ത്രം.